വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തി. തൃത്തല്ലൂർ മുളു ബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ ദാമോദരക്കുറുപ്പിന്റെ മകൻ അനിൽകുമാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. അതായത് ഇത് ഇവിടെ തൃത്തല്ലൂർ മുളു ബസാറിലാണ് ഹരിശ്രീ ഏജൻസി എന്ന് പറഞ്ഞ ഹോൾസെയിൽ വ്യാപാരത്തിൻ്റെ തൊഴിലാളികൾ കുറച്ച് പേര് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ് സാജൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ ആൾ. അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ മുടക്ക് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും തുറക്കുകയും ഒപ്പം തന്നെ സപ്ലൈ കഴിഞ്ഞ് സാജൻ ഒരു 8 മണിയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. ഓഫീസുമായി ബന്ധപ്പെട്ട് 8 മണിയോട് കൂടി എത്തി. അത് കഴിഞ്ഞ് വന്നു. സാജൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ അനിൽ എന്ന് പറയുന്നത്. 3 മാസമായി സാജൻ തന്നെയാണ് ഇവിടേക്ക് അനിലിനെ കൊണ്ടുവന്നത്. രണ്ടാളും അവർ മുകളിലത്തെ ഇതിലാണ് താമസിക്കുന്നത്. താഴെ വേറെ ഹിന്ദിക്കാരും മറ്റുള്ളവരും താമസിക്കുന്നുണ്ട്. ഇവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാതും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നതാണ്. തൊഴിലാളികൾ തമ്മിൽ യാതൊരു വിഷയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു സാമ്പത്തിക ഇടപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ അവർ തമ്മിൽ ഇന്നുവരെ കണ്ടിട്ടുമില്ല. ഈ 3 മാസത്തിലെ അനി വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അറിയേയില്ല. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഹൃത്ത് അനിൽകുമാറിനെ താഴേക്ക് തള്ളിയിടുകയായിരുന്നു. തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. സുഹൃത്ത് തന്നെയാണ് വിവരം ഉടമയെ അറിയിച്ചത്. തുടർന്ന് ആംബുലൻസിൽ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയോട് കൂടിയിട്ട് സാജൻ ആദ്യം പോലീസിലേക്ക് വിളിച്ച് പറയുകയും പിന്നീട് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, സുനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടൻ ഉടനെ പോലീസിലേക്ക് അറിയിച്ചു. ഇങ്ങനെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി പോലീസുകാർ ഇവിടെ എത്തുകയും എത്തിയതിനു ശേഷം ചേട്ടനെ എത്തുകയും ചെയ്തു. ചേട്ടൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരമാണ്. ചേട്ടൻ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നോക്കുമ്പോൾ താഴെയാണ് ഈ അനിക്ക് എടുക്കുന്നത്. പക്ഷേ പോലീസുകാരപ്പോൾ നോക്കുമ്പോൾ അനി മരിച്ചിട്ടില്ല എന്നാണ് അറിവ്. അവിടുന്ന് ആംബുലൻസ് വിളിച്ച് MI ഹോസ്പിറ്റലിലേക്ക് ഏങ്ങണ്ടിയൂർ MI ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു. സാജനും ഇവനും തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ വഴക്കോ വക്കാണോ ഇന്നുവരെ തൊഴിലിടങ്ങളിൽ കണ്ടിട്ടുമില്ല. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. താഴെ താമസിക്കുന്നവരും പോലും അറിഞ്ഞിട്ടില്ല. കാരണം അത്ര ബഹളമോ ഒച്ചയോ ഒന്നും കാര്യങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ മുകളിൽ നിന്ന് ഇവൻ ചാടി കഴിഞ്ഞപ്പോൾ സാജൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ താഴത്ത് വീണ് എടുക്കായിരുന്നു. അപ്പോൾ അവനൊരു ഹോളോ ബ്രിക്സ് എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുകയും ഉടനെ വിളിച്ച് പറയുകയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ പോലീസുകാരെത്തുകയും മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ സ്ഥാപനത്തിലെ ജോലിക്കാരൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോയാണ് പിടികൂടിയത്. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മദ്യലഹരിയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. You're watching True Line News.